സിമ്പിൾ കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 40 ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ട കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങും അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൺവേർഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് പറഞ്ഞത്. അതൊന്ന് തിരുത്തിയിട്ട് പഠിക്കുക നിങ്ങൾ. ഇൻ്റർ സിസ്റ്റം ക്രോസിങ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. അതുപോലെ തന്നെ ട്രാൻസിഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്പിൻ സ്റ്റേറ്റ് ആണ്. സ്പിൻ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാൻസിഷനാണ് ഇൻ്റർ സിസ്റ്റം ക്രോസിങ്. അതുകൊണ്ട് ഇൻ്റർ സിസ്റ്റം ക്രോസിങ് ഫോർബിഡൻ ട്രാൻസിഷനാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൺവേർഷൻ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. സെയിം സ്പിൻ സ്റ്റേറ്റ് ആണ് ഇൻറ്റേർണൽ കൺവേർഷനിൽ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മാറിയാണ് പറഞ്ഞത്. ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങും ഇൻറ്റേർണൽ കൺവേർഷനും മാറി പറഞ്ഞിരുന്നു. തെറ്റൊന്ന് തിരുത്തുക. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയിൻ്റ് ഗ്രൂപ്പ് സിമെട്രി ഓഫ് CF4 ഈസ്. ദ പോയിൻ്റ് ഗ്രൂപ്പ് സിമെട്രി ഓഫ് CF4 ഈസ്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ സെറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പോയിൻ്റ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും. അപ്പോൾ അത്യാവശ്യം കുറച്ച് മോളിക്യൂൾസിൻ്റെ ഒക്കെ പോയിൻ്റ് ഗ്രൂപ്പ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. CF4 നമുക്കറിയാം കാർബൺ വാലൻസി 4 ആണ്. 4 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട്. ഓരോ ഫ്ലൂറിൻ്റെയും വാലൻസി ഔട്ടർമോസ്റ്റ് 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ 4 കാർബണിന് ചുറ്റുമുള്ള 4 ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ഈ 4 ഫ്ലൂറിനുമായിട്ട് ബോണ്ടിങ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കാർബണിന് ചുറ്റും ബോണ്ട് പെയർ 4 ഉള്ളത്. ലോൺ പെയർ 0 ആണ് ഉള്ളത്. നോ ലോൺ പെയർ. അപ്പോൾ നമുക്കറിയാം 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ആയിരിക്കും. അപ്പോൾ CF4ൻ്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ ആണ്. ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ഉള്ള ഒരു കോമ്പൗണ്ടിൻ്റെ പോയിൻ്റ് ഗ്രൂപ്പ് എപ്പോഴും TD ആയിരിക്കും. ടെട്രാഹെഡ്രൽ തന്നെ ആയിരിക്കും. TD എന്നാണ് നമ്മൾ ടെട്രാഹെഡ്രൽ സ്ട്രക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത് TD വെച്ചാണ്. ഇതുപോലെ തന്നെയാണ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചറിൻ്റെ കേസും. ഒക്ടാഹെഡ്രൽ സ്ട്രക്ചറാണ് മോളിക്യൂളിനുള്ളതെങ്കിൽ അതിൻ്റെ പോയിൻ്റ് ഗ്രൂപ്പ് OH ആയിരിക്കും. ഒക്ടാഹെഡ്രൽ പോയിൻ്റ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഓക്സി ആസിഡ്സ് H3PO2, H3PO3 ആൻഡ് H3PO4 ഈസ്. ദ ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്ത് ഓഫ് ദി ഓക്സി ആസിഡ്സ് H3PO2, H3PO3 ആൻഡ് H3PO4 ഈസ്. ആസിഡ് സ്ട്രെങ്ത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് ഓക്സി ആസിഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ആസിഡ് എന്ന ഓർഡറിൽ നമ്മളിതിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഓക്സി ആസിഡ്സിൻ്റെ കേസിൽ അറിഞ്ഞിരിക്കുക, നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആസിഡിക് സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണം കൂടുതലുള്ള ഓക്സി ആസിഡിനായിരിക്കും ആസിഡിക് സ്ട്രെങ്ത്ത് കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? H3PO4 4 ഓക്സിജൻ, H3PO3 3 ഓക്സിജൻ, H3PO2 2 ഓക്സിജൻ. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ ആയിരിക്കും ആസിഡിക് സ്ട്രെങ്ത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. H3PO4 ഗ്രേറ്റർ ദാൻ H3PO3 ഗ്രേറ്റർ ദാൻ H3PO2. തേർഡ് ക്വസ്റ്റ്യൻ, ഓൾ മോളിക്യൂൾസ് ഗീവ് റൈസ് ടു ഡാഷ് സ്പെക്ട്രം. ഓപ്ഷൻസ് റൊട്ടേഷൻ, വൈബ്രേഷൻ, ഇലക്ട്രോണിക്, NMR. ഇതിൻ്റെ ആൻസർ ഇലക്ട്രോണിക് സ്പെക്ട്രമാണ്. എല്ലാ മോളിക്യൂൾസും തരുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രൗണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഓഫ് എ ട്രാൻസിഷൻ മെറ്റൽ അയോൺ ഈസ് 3F. ദ ഗ്രൗണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഓഫ് എ ട്രാൻസിഷൻ മെറ്റൽ അയോൺ ഈസ് 3F. ദ വാല്യൂ ഓഫ് L ആൻഡ് SR. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേം സിമ്പലുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ ടേം സിമ്പൽ തന്നിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് L വാല്യൂ S വാല്യൂ എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ടേം സിമ്പലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് LJ 2s+1, LJ 2s+1. L ആണ് ടേം, J വാല്യൂ ഉണ്ട്. അതുപോലെ 2s+1 വാല്യൂ കണ്ടുപിടിച്ചിട്ട്
ഈ രീതിയിൽ എഴുതുന്നതാണ് ടേം സിമ്പൽ. പിന്നെ നമുക്ക് തന്നത് 3f ആണ് അല്ലേ. അപ്പോൾ 3 ആണ് 2s+1ൻ്റെ സ്ഥാനത്തുള്ളത്. അതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തിട്ട് എസ് കണ്ടുപിടിക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ളത് L ആണ്. L എന്ന് പറയുന്നത് ടേം ആണ് അല്ലേ. ടേം കൊടുത്തിരിക്കുന്ന എഫ് ആണ്. അപ്പോൾ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം കണ്ടുപിടിച്ചാൽ നമുക്ക് എല്ലും കിട്ടും. 2s+1 = 3, s = 1 എന്ന് വരും. അതുപോലെ L വാല്യൂ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാല്യൂസ് ഉണ്ട്. L വാല്യൂ 0 ആണെങ്കിൽ എസ് ആണ് നമ്മുടെ ടേം ആയിട്ട് വരുന്നത്. 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D എന്ന ലെറ്ററാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. 3 ആണെങ്കിൽ എഫ്, 4 ആണെങ്കിൽ G, 5 ആണെങ്കിൽ H, അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എഫ് ആണ് തന്നിരിക്കുന്നത്. എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് L വാല്യൂ 3 ആണ്. ആൻസർ S = 1, L = 3. Next question, among the following ligands, the strongest pi acceptor is Cn- CO N2 NO+. തന്നിട്ടുള്ള ലിഗാൻസിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പൈ അക്സെപ്റ്റർ ലിഗാൻഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിജനുള്ള ലിഗാൻസ് ആണ് ഏറ്റവും സ്ട്രോങ് പൈ അക്സെപ്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലെ എ ഓപ്ഷനും സി ഓപ്ഷനും നമുക്ക് ഒഴിവാക്കാം. ബാക്കി വരുന്നത് ബിയും ഡിയും ആണ്. അതിൽ തന്നെ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള 2 ആറ്റം ഉണ്ടോയെന്ന് നോക്കുക. അതിനായിരിക്കും സ്ട്രോങ് പൈ അക്സെപ്റ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലെ ആൻസർ ഏതായിരിക്കും? NO+ ആയിരിക്കും. NO+ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരായിരിക്കും ഉണ്ടാവുക? CO. അത് കഴിഞ്ഞിട്ടേ ഓക്സിജൻ ഇല്ലാത്ത ലിഗാൻസിൻ്റെ കേസ് വരുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിഗാൻസ് കോംപ്ലക്സസ് ദാറ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് ലിങ്കേജ് ഐസോമേഴ്സ്. അതായത് താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ ലിഗാൻസ് ആണ് ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്ന കോംപ്ലക്സിൻ്റെ കേസിൽ വരുന്നത്. ഇപ്പോൾ ലിഗാൻസിനാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അതിലേതാണ് ലിങ്കേജ് ഐസോമേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ലിങ്കേജ് ഐസോമറിസം ഒക്കെ പഠിച്ചിട്ടുണ്ട്. ലിങ്കേജ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഷോൺ ബൈ കോംപ്ലക്സസ് കണ്ടെയ്നിങ് മോണോഡെൻഡേറ്റ് ലിഗാൻസ് വിത്ത് മോർ ദാൻ 1 ഡോണർ ആറ്റം. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് മോണോഡെൻഡേറ്റ് ലിഗാൻസ് ആവണം, കൂടെ എന്തുകൂടി ഉണ്ടാവണം? ഒന്നിലധികം ഡോണർ ആറ്റം വരുന്ന മോണോഡെൻഡേറ്റ് ലിഗാൻസിനെയാണ് നമ്മൾ ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്ന ലിഗാൻസ് എന്ന് പറയാറ്. ഒന്നിലധികം ഡോണർ ആറ്റം ഉണ്ടായിരിക്കണം, മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കണം. ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്ന ലിഗാൻസ് ആണ് SO3 2-, NO2-, SCN, CN-. ആൻസർ വരുന്നത് NO2-. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അയോൺ ദാറ്റ് ഈസ് യൂസ്ഫുൾ ആസ് എ പാരാമാഗ്നറ്റിക് ഷിഫ്റ്റ് റിയേജൻറ്റ് ഇൻ NMR സ്പെക്ട്രോസ്കോപ്പി ഈസ്. അതായത് NMR സ്പെക്ട്രോസ്കോപ്പിയിലെ പാരാമാഗ്നറ്റിക് ഷിഫ്റ്റ് റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്ന അയോൺ ഏതാണ്? NMR കോൺട്രാസ്റ്റിംഗ് ഏജൻറ്റ് നമുക്കറിയാം ഗഡോലീനിയം 3+, GD3+. ഷിഫ്റ്റ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഷിഫ്റ്റ് റിയേജൻസ് യൂസ്ഡ് ഫോർ ദി സിംപ്ലിഫിക്കേഷൻ ഓഫ് കോംപ്ലക്സ് NMR സ്പെക്ട്ര. അതായത് NMR സ്പെക്ട്ര, കോംപ്ലക്സ് ആയിട്ടുള്ള NMR സ്പെക്ട്ര ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണ് ഷിഫ്റ്റ് റിയേജൻസ്. Commonly used shift reagents are complexes of uranium 3+, ytterbium 3+, promethium 3+, EU3+, YB3+, PR3+. ഇവ മൂന്നുമാണ് നമ്മൾ സാധാരണയായിട്ട് ഷിഫ്റ്റ് റിയേജൻസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ 2 ടൈപ്പ് ഷിഫ്റ്റ് റിയേജൻസ് ഉണ്ട്. ഡയാമാഗ്നറ്റിക് ഷിഫ്റ്റ് റിയേജൻസും പാരാമാഗ്നറ്റിക് ഷിഫ്റ്റ് റിയേജൻസും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പാരാമാഗ്നറ്റിക് അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് ഷിഫ്റ്റ് റിയേജൻസ് എന്ന് പറഞ്ഞാൽ അത് നോട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഷിഫ്റ്റ് റിയേജൻസ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മളിപ്പോൾ കണ്ട 3 എക്സാമ്പിളിൽ ഏത് വേണമെങ്കിലും ആവാം. ഡയാമാഗ്നറ്റിക് ഷിഫ്റ്റ് റിയേജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് പ്രോമിത്തിയം 3+, PR3+ മാത്രമാണ് ഡയാമാഗ്നറ്റിക് ഷിഫ്റ്റ് റിയേജൻസ്. ബാക്കിയുള്ള 2 യൂറോപ്യൻ 3+ഉം ഇറ്റർബിയൻ 3+ഉം പാരാമാഗ്നറ്റിക് ഷിഫ്റ്റ് റിയേജൻസ് ആണ്. ഓപ്ഷൻ ഡി EU3+ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് ദ ഇക്വിലിബ്രിയം വിച്ച് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ.
among the following the equilibrium which is not affected by an increase in pressure. അതായത് 4 ഓപ്ഷൻസിൽ 4 ഇക്വിലിബ്രിയം റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതിലാണ് പ്രഷർ കൂടുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തെ അഫക്റ്റ് ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. പ്രഷറും അതുപോലെ തന്നെ ഇക്വിലിബ്രിയമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുമായിട്ടുള്ള റിലേഷൻ ഇഫ് ഡെൽറ്റ എൻ ഈക്വൽ ടു 0, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് 0 ആണെങ്കിൽ പ്രഷർ ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓൺ കെ. ഇക്വിലിബ്രിയം റിയാക്ഷനിൽ പ്രഷറിന് യാതൊരു റോളും ഉണ്ടാവില്ല. ഇഫ് ഡെൽറ്റ എൻ നോട്ട് ഈക്വൽ ടു 0, പി വിൽ അഫക്റ്റ് കെ. ഡെൽറ്റ എൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് 0 അല്ലെങ്കിൽ പ്രഷറിലുണ്ടാവുന്ന ചേഞ്ച് അനുസരിച്ച് ഇക്വിലിബ്രിയം റിയാക്ഷനെയും അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡെൽറ്റ എൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എൻ പി മൈനസ് എൻ ആർ, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ചെയ്താലാണ് നമുക്ക് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഡെൽറ്റ എൻ കിട്ടുന്നത്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് പ്രഷറും ഇക്വിലിബ്രിയവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ 3 - 2 = 1 എന്ന് വരും. ഡെൽറ്റ എൻ നോട്ട് ഈക്വൽ ടു 0 കേസാണ്. അതുകൊണ്ട് പ്രഷർ വിൽ അഫക്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് ഇക്വേഷനിൽ ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു 2 - 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഹിയർ ഓൾസോ പ്രഷർ വിൽ അഫക്റ്റ് കെ. തേർഡ് ഇക്വേഷൻ ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു 2 - 1. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഈക്വൽ ടു 2, എൻ ആർ ഈക്വൽ ടു 1, 2 - 1 = 1, delta n not equal to 0, pressure will affect equilibrium. Fourth equation delta n equal to 4 - 4 ആണ് വരിക. number of moles of product equal to that of reactant. delta n is equal to 4 - 4 equal to 0. delta n equal to 0, pressure has no influence on K. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ. അതുപോലെ തന്നെ ഡെൽറ്റ എൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എൻ പിയും എൻ ആറും നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. സോളിഡ് സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെയോ നമ്മൾ പരിഗണിക്കാറില്ല. ആ ഒരു പോയിൻ്റ് കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് സോളിഡ് സൂക്രോസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ആൻ അക്വസ് സൊല്യൂഷൻ സൂക്രോസ് ഈസ്. അതായത് ഫേസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കണം. അതിൽ സോളിഡ് സൂക്രോസ് അതുപോലെ തന്നെ അക്വസ് സൊല്യൂഷൻ സൂക്രോസ് ഇത് തമ്മിലാണ് ഇക്വിലിബ്രിയം വരുന്നത്. ഫേസ് റൂൾ എന്ന് പറയുന്നത്, ഫേസ് റൂൾ ഉപയോഗിച്ചാണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഫ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, സി കമ്പോണൻസ് ആണ്, പി എന്ന് പറയുന്നത് ഫേസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സി ഈക്വൽ ടു 2 ആണ്. 2 ആവാനുള്ള കാരണം സൂക്രോസും സൂക്രോസ് സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ വാട്ടറും ഉണ്ട് സൂക്രോസും ഉണ്ട് അല്ലേ. ഇപ്പോൾ 2 കമ്പോണൻസ് ഉണ്ട്. അതുപോലെ നമ്പർ ഓഫ് ഫേസസ്, സോളിഡ് സൂക്രോസ് സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ ഫേസ് ഈക്വൽ ടു 2. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഫ്രീഡം കിട്ടും. എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 ഈക്വൽ ടു 2 - 2 + 2 ഈക്വൽ ടു 2 ആണ് ആൻസർ വരുന്നത്. ഫേസ് റൂൾ ഉപയോഗിച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുമ്പോൾ 3 പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നോ വേരിയബിൾ കോൺസ്റ്റൻറ്റ്, അതായത് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഇതൊക്കെ വേരിയബിൾ ആണെന്ന് നമുക്കറിയാം. ഇതിൽ ഒന്നും തന്നെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫേസ് റൂൾ എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഒന്നും തന്നെ കോൺസ്റ്റൻ്റ് ആണെന്നൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തത് എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 എന്ന ഇക്വേഷനാണ്.
ഇനി വൺ വേരിയബിൾ കോൺസ്റ്റൻറ്റ്, ഏതെങ്കിലും ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആക്കി വച്ചാൽ, ഉദാഹരണത്തിന് പ്രഷർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ഇതിലേതെങ്കിലും ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് റൂളിനെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 എന്ന് വരും. എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം ഏതെങ്കിലും ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ. അടുത്തത് ടു വേരിയബിൾ കോൺസ്റ്റൻറ്റ്, പ്രഷറും ടെമ്പറേച്ചറും ഒരുമിച്ച് കോൺസ്റ്റൻ്റ് ആണെന്നൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എഫ് ഈക്വൽ ടു സി മൈനസ് പി എന്ന ഇക്വേഷനാണ്. അപ്പോൾ 3 ഇക്വേഷൻ ഉണ്ട്. എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 ഉണ്ട്, എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 ഉണ്ട്, എഫ് ഈക്വൽ ടു സി മൈനസ് പി ഉണ്ട്. ഇതെപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു വേരിയബിളും കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ, ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, 2 വേരിയബിൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് ദ റിയാക്ഷൻ ദാറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ എ ഡിക്രീസ് ഇൻ എൻട്രോപ്പി ഈസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് റിയാക്ഷനിലാണ് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നത്? അപ്പോൾ ഡെൽറ്റ എസ് ഈക്വൽ ടു എസ് പി മൈനസ് എസ് ആർ ആണെന്ന് നമുക്കറിയാം. എൻട്രോപ്പി കൂടുതലുള്ള ഫിസിക്കൽ സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണെന്നും നമുക്കറിയാം. അത് കഴിഞ്ഞിട്ടാണ് ലിക്വിഡ് വരുന്നത്, അവസാനമാണ് സോളിഡ് സ്റ്റേറ്റ് വരുന്നത് അല്ലേ. എൻട്രോപ്പി എന്ന് പറഞ്ഞ ഡിസോർഡർ ആണ്. ഡിസോർഡർ മാക്സിമം ഉള്ളത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇക്വേഷനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള റിയാക്റ്റൻസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ഇതിൽ മിക്സായിട്ട് വരുന്നുണ്ടെങ്കിൽ, സോളിഡും ലിക്വിഡും ഗ്യാസും വരുന്നുണ്ടെങ്കിൽ ഗ്യാസിന് കൂടുതൽ, പിന്നെ ലിക്വിഡ്, പിന്നെ സോളിഡ് എന്ന ഒരു ഓർഡറിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ എസ് ഈക്വൽ ടു എസ് പി മൈനസ് എസ് ആർ ആണ്. ഇനി ഓരോ ഇക്വേഷനിൽ നമ്മൾ ഇത് നോക്കിയിട്ട് എത്ര മോൾസ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഏതിലാണോ കൂടുതൽ അല്ലെങ്കിൽ വാല്യൂ കുറയുന്നത്, അതല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ നോക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രോപ്പി കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നോക്കാൻ പറ്റും. ഒന്നാമത്തേത് N2 plus 3H2 gives 2NH3. Delta S equal to change in entropy equal to entropy of product minus reactant. ഗേഷ്യസ് സ്റ്റേറ്റിനാണ് എൻട്രോപ്പി കൂടുതൽ. അപ്പോൾ റിയാക്റ്റൻസും പ്രോഡക്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമുക്ക് നോക്കാം. 2 - 4 എന്ന് വരും. ആൻസർ -2 ആണ്. അതായത് ഡെൽറ്റ എസ് ഡിക്രീസ് ചെയ്യുന്നു എന്നതാണ് മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസറും ഓപ്ഷൻ എ തന്നെയാണ്. അടുത്തത് ബി ഇക്വേഷൻ ആണെങ്കിൽ ഓപ്ഷൻ ബിയിലെ ഇക്വേഷനിൽ ഡെൽറ്റ എസ് ഈക്വൽ ടു എസ് പി മൈനസ് എസ് ആർ ഈക്വൽ ടു 6 - 6 എന്ന് കിട്ടും. 0 ആണ് വരുന്നത്. സി ആണെങ്കിൽ ഡെൽറ്റ എസ് 1 ആണ്, ഡി ആണെങ്കിൽ ഡെൽറ്റ എസ് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് ഈസ്. ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്, അത് ആരോമാറ്റിക് ആണോ അല്ലെങ്കിൽ അതിന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടോ എന്നതാണ് ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് 0 ആവുന്ന കേസിൽ അത് ആരോമാറ്റിക് അല്ല. ഡൈപോൾ മൊമെൻ്റ് 0 അല്ലെങ്കിലാണ് ആ കോമ്പൗണ്ട് ആരോമാറ്റിക് ആവുന്നത്. ഹക്കിൾ റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി അനുസരിച്ച് തന്ന കോമ്പൗണ്ട് നമുക്ക് ആരോമാറ്റിക് ആണോ എന്ന് നോക്കാം. ആരോമാറ്റിക് ആണെങ്കിൽ അതിന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അസുലീനാണ് നമുക്ക് തന്നിട്ടുള്ളത്. 4n+2 പൈ ഇലക്ട്രോൺസ് വേണം, അതുപോലെ സൈക്ലിക് ആവണം, പ്ലെനാർ ആവണം, കോഞ്ചുഗേറ്റഡ് ആവണം. അസുലീൻ്റെ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലായി പ്ലെനാർ ആണ്, സൈക്ലിക് ആണ്, കോഞ്ചുഗേറ്റഡ് ആണ്. ഇനി നോക്കാനുള്ളത് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടോ എന്നുള്ളതാണ്. എന്നിന് 1, 2, 3 പോലെയുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4n+2 പൈ ഇലക്ട്രോൺസിൻ്റെ സ്ഥാനത്ത് 6, 10 എക്സെട്ര ആണ് വാല്യൂസ് വരിക. അപ്പോൾ ഇത്രയും പൈ ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ ഹക്കിൾ റൂൾ പ്രകാരം ആ ഒരു സ്ട്രക്ചർ ആരോമാറ്റിക് ആണെന്ന് പറയാം. ഇവിടെ 4n+2 പൈ ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 10 ആണ്. 5 ഡബിൾ ബോൺസ് ഉണ്ട്. 5 × 2 10 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം എന്നിന് 2 എന്ന വാല്യൂ കൊടുക്കുമ്പോഴാണ് 10 എന്ന പൈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കിട്ടുന്നത് അല്ലേ. അപ്പോൾ 4n+2 പൈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂ ആവാം? എന്നിന് 1 കൊടുക്കുമ്പോൾ 6, 2 കൊടുക്കുമ്പോൾ 10, 3 കൊടുക്കുമ്പോൾ 14, അങ്ങനെ പോകൂല്ലേ. അപ്പോൾ 10 എന്ന നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു കോമ്പൗണ്ട്
4n+2 പൈ ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റമാണ്. അതുകൊണ്ട് ആരോമാറ്റിക് ആണ്. ആരോമാറ്റിക് ആയത് കാരണം നമുക്കറിയാം അതിന് എന്തുണ്ടായിരിക്കും, ഡൈപോൾ മൊമെൻറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ആരോമാറ്റിക് ആൻഡ് ഹാസ് ഹൈ ഡൈപോൾ മൊമെൻറ്റ് എന്നാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ കാറ്റലൈസ്ഡ് കൺവേർഷൻസ് ലിസ്റ്റഡ് ഇൻ കോളം 1 വിത്ത് കാറ്റലിസ്റ്റ് ലിസ്റ്റഡ് ഇൻ കോളം 2. അതായത് കുറച്ച് കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കോളം 1-ൽ. കോളം 2-ൽ ആ റിയാക്ഷൻസ് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാച്ച് ചെയ്യണം. നമ്മൾ പലതരത്തിലുള്ള കാറ്റലൈസ്ഡ് റിയാക്ഷൻസും അതിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിൻ്റെ പേരും പഠിച്ചിരുന്നു. അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യനാണിത്. മോൺസാൻഡോ അസറ്റിക് ആസിഡ് പ്രോസസ്, ഹൈഡ്രോഫോർമൈലേഷൻ, വാക്കർ ഓക്സിഡേഷൻ, സീഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പോളിമറൈസേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ച കേസുകളാണ് അല്ലേ. അപ്പോൾ ഇതൊന്ന് മാച്ച് ചെയ്യാൻ നോക്കാം നമുക്ക്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസും ഉണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ നോട്ട്സുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. വീണ്ടും നോട്ട് ഇടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട്സ് ഇൻ C5H5 ട്വൈസ് Fe2CO ട്വൈസ് ഈസ്. മെറ്റൽ ബോണ്ട് കാൽക്കുലേഷനാണ്. Number of metal bonds is equal to 18n minus total valence electrons divided by 2. Equation നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 18 into n equal to number of metals, 2 അയൺ ഉണ്ട്, അപ്പോൾ 2 ആയിരിക്കും n വാല്യൂ, മൈനസ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ്. ലിഗാൻഡിൻ്റെ കേസും അതുപോലെ മെറ്റലിൻ്റെ കേസും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 2 അയണാണുള്ളത്. അയൺ D8 സിസ്റ്റാണ്. 2 into 8 പ്ലസ് C5H5 ട്വൈസ്, നമുക്കറിയാം ഹാപ്റ്റിസിറ്റി 5 ആണ്, അപ്പോൾ 2 into 5 എന്ന് വരും. പ്ലസ് CO കാർബണൽ ലിഗാൻഡ് 2 ഇലക്ട്രോൺ കോൺട്രിബ്യൂഷനാണ്, അപ്പോൾ 2 into 2 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 2. 18 into 2 36, 2 into 8 പ്ലസ് 2 into 5 പ്ലസ് 2 into 2 30 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 2, 6/2 ഈക്വൽ ടു 3. 3 മെറ്റൽ ബോണ്ട്സ് ആണ് തന്ന ക്വസ്റ്റ്യനിൽ ഉള്ളത്. Next question, the coordination number of barium 2+ ions in barium fluoride is 8. The coordination number of the fluoride ion F- ion is. അതായത് ബേരിയം ഫ്ലൂറൈഡിൽ ബേരിയം 2+ അയോണിൻ്റെ കോർഡിനേഷൻ നമ്പർ 8 ആണ്. അപ്പോൾ ബേരിയം ഫ്ലൂറൈഡിലുള്ള ഫ്ലൂറൈഡ് അയോണിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 2 ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട്, ഫ്ലൂറൈറ്റ് സ്ട്രക്ചറും ആൻറ്റി ഫ്ലൂറൈറ്റ് സ്ട്രക്ചറും. ഫ്ലൂറൈറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ കെമിക്കൽ ഫോർമുല AB2 ഫോം ആയിരിക്കും. ആൻറ്റി ഫ്ലൂറൈറ്റ് ആണെങ്കിൽ നേരെ തിരിച്ച് A2B ഫോം ആയിരിക്കും. AB2 ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 8:4 ആണ്. 8:4 ആണ് AB2 സ്ട്രക്ചർ ഫ്ലൂറൈറ്റ് സ്ട്രക്ചറിൻ്റെ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ എ എന്ന് പറയുന്ന ബേരിയം ഫ്ലൂറൈഡ് ഒരു എക്സാമ്പിളാണ്. ബേരിയമാണ് എ, ഫ്ലൂറൈഡ് ആണ് അല്ലെങ്കിൽ ഫ്ലൂറിൻ ആണ് ബി അല്ലേ. അപ്പോൾ എക്ക് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ബിക്ക് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഫ്ലൂറൈഡ് അയോണിന് 4 ആയിരിക്കും കോർഡിനേഷൻ നമ്പർ. അതുപോലെ A2B ടൈപ്പ്, അതിൻ്റെ ആൻറ്റി ഫ്ലൂറൈറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ 4:8 ആയിരിക്കും കോർഡിനേഷൻ നമ്പർ വരുന്നത്. ആൻസർ വരുന്നത് 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പീഷീസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് NO2- ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിലെ ഏതുമായിട്ടാണോ NO2- ഐസോ ഇലക്ട്രോണിക് ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഐസോ സെയിം ആണ്, ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ NO2- എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺസ് ഉള്ള ഓപ്ഷൻ ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ടോട്ടൽ ഇലക്ട്രോൺസ് ഓഫ് NO2- ഈസ് ഈക്വൽ ടു നൈട്രജൻ 7 ആണ്, ഓക്സിജനിൽ 8 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 7 + 2 into 8 + 1 നെഗറ്റീവ് ചാർജ്, ടോട്ടൽ 24 ഇലക്ട്രോൺസ്. ഇതുപോലെ N2Oയിൽ 2 into 7 + 8 22 ഇലക്ട്രോൺസ്. കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിയാൽ നമുക്ക് 22 എന്ന് കിട്ടും. N3- നോക്കിയാലും 22 എന്ന് കിട്ടും.
ഓസോൺ O3യിലാണ് 3 × 8 24 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ ആൻസർ വരുന്നത് O3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാപ്റ്റിസിറ്റി ഓഫ് സൈക്ലോഹെപ്റ്റ 135 ട്രൈഈൻ ഇൻ C7H8 FeCO3 ഈസ്. അതായത് C7H8 FeCO3 ഉണ്ട്. C7H8ൻ്റെ ഹാപ്റ്റിസിറ്റി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർത്ത് വെക്കുക, 18 ഇലക്ട്രോൺ റൂളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഹാപ്റ്റിസിറ്റി കണ്ടെത്തുക എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളതിനെ 18 ഇലക്ട്രോൺ റൂളുമായി ബന്ധപ്പെടുത്തണം. തന്ന കോംപ്ലക്സിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 18 ഇലക്ട്രോൺസ് ഉണ്ടോ, ഇല്ലെങ്കിൽ 18 ആവാൻ എത്ര ഹാപ്റ്റിസിറ്റി നമ്മൾ ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര കുറയ്ക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ C7H8 FeCO3യിൽ C7H8 ആണ് നമുക്ക് ഹാപ്റ്റിസിറ്റി എത്രയാണെന്ന് അറിയാത്തത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് X എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിതിന് 18 ഇലക്ട്രോൺസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. X + 8, അയണിൻ്റേത് 8 ആണ്. 8 ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ, അതായത് 6 D ഇലക്ട്രോൺസും അതുപോലെ 2 S ഇലക്ട്രോൺസും കൂടിയിട്ട് 8 സിസ്റ്റാണ്. അപ്പോൾ അയണിൻ്റെ കോൺട്രിബ്യൂഷൻ 8 എന്ന് വരും. ഇനി 3 CO ലിഗാൻഡ് ഉണ്ട്, 1 CO 2 ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ. അപ്പോൾ 3 CO എന്ന് പറയുമ്പോൾ 3 × 2 എന്ന് വരും. X + 8 + 3 × 2 = 18 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ 18 ഇലക്ട്രോൺസ് കിട്ടാൻ എക്സിന് എത്ര വാല്യൂ ഉണ്ടെന്ന് കണ്ടെത്തണം. അപ്പോൾ X + 14 = 18 എന്ന് വരും. X = 4. അതായത് C7H8ൻ്റെ ഹാപ്റ്റിസിറ്റി അല്ലെങ്കിൽ C7H8 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. 4 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാപ്റ്റിസിറ്റി തന്നെയാണ് അല്ലേ. അപ്പോൾ η4 C7H8 എന്നാണ്. C7H8നെ നമ്മൾ മാറ്റി എഴുതേണ്ടത്. നമുക്ക് കിട്ടി ഹാപ്റ്റിസിറ്റി 4 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് മോളിക്കുലാർ ഫോർമുല C3H6Cl2 exhibits only one signal in the HNMR spectrum. The compound is. അതായത് C3H6Cl2 എന്ന മോളിക്കുലാർ ഫോർമുലയുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് HNMR സ്പെക്ട്രത്തിൽ ഒരു സിഗ്നലാണ് കാണിക്കുന്നത്. അപ്പോൾ C3H6Cl2 എന്ന കോമ്പൗണ്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ HNMR സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് സിഗ്നൽസ് കാണുന്ന ക്വസ്റ്റ്യനാണിത്. ഇങ്ങനെ മോളിക്കുലാർ ഫോർമുല തന്ന് കോമ്പൗണ്ട് ഏതെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് വേണം തുടങ്ങാൻ. ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സ്ട്രക്ചർ വരച്ച് നോക്കുക. അതിൽ നിന്ന് 1 സിഗ്നൽ കിട്ടുന്നത് ഏത് ഓപ്ഷനാണോ അതായിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരു ഓപ്ഷൻ CH3 CCl2 CH3 ആണ് അല്ലേ, 2,2 ഡൈക്ലോറോപ്രൊപ്പെയിൻ. അപ്പോൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, CH3 CCl2 CH3 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം HNMR സിഗ്നൽസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസ് നോക്കുക. ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ളതാണെങ്കിൽ അതൊരു ടൈപ്പ് പ്രോട്ടോൺ ആണ്. ഡിഫറെൻറ്റ് കെമിക്കൽ എൻവയോൺമെൻറ്റിലാണെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് ആണ്. ഇങ്ങനെയുള്ള എത്ര ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും സിഗ്നൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. എത്ര ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത്രയും എണ്ണം സിഗ്നൽസാണ് HNMR സിഗ്നൽസ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് കാർബണിലും തേർഡ് കാർബണിലും 3 വീതം ഹൈഡ്രജൻസ് ഉണ്ട്. ഇത് രണ്ടും ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അത് രണ്ടും ഒരേ ടൈപ്പ് പ്രോട്ടോൺ ആണ്. ഒരു ടൈപ്പ് പ്രോട്ടോണേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് നമ്പർ ഓഫ് സിഗ്നൽസ് = 1. നമ്മൾ നോക്കിയത് 1 സിഗ്നൽ കിട്ടുന്ന കേസാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. അടുത്ത ഓപ്ഷൻ നോക്കാം, 1,3 ഡൈക്ലോറോപ്രൊപ്പെയിൻ. 1,3 ഡൈക്ലോറോപ്രൊപ്പെയിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻറ്ററിലുള്ള കാർബണിലെ പ്രോട്ടോൺ ഒരു കൈൻഡാണ്, ഒരു ടൈപ്പാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് സെയിം ടൈപ്പ് പ്രോട്ടോൺസ് ആണ്, ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് പ്രോട്ടോൺസ് ആണുള്ളത്. അതുകൊണ്ട് നമ്പർ ഓഫ് HNMR സിഗ്നൽസ് എന്ന് പറയുന്നതും 2 ആണ്. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ 1,3 ഡൈക്ലോറോപ്രൊപ്പെയിൻ. 1,3 ഡൈക്ലോറോപ്രൊപ്പെയിനിലെ സ്ട്രക്ചർ CH2Cl CH2Cl ആണ്. ഇവിടെയും 2 ടൈപ്പ് പ്രോട്ടോൺസ് ആണുള്ളത്. അതുകൊണ്ട് നമ്പർ ഓഫ് സിഗ്നൽസ് = 2. നാലാമത്തെ ഓപ്ഷൻ 1,2 ഡൈക്ലോറോപ്രൊപ്പെയിന്.
CH3, CHCl, CH2Cl. ഇവിടെ 3 ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ട്, അതുകൊണ്ട് നമ്പർ ഓഫ് HNMR സിഗ്നൽ ഈക്വൽ ടു 3. അടുത്ത ഓപ്ഷൻ 1,1 ഡൈക്ലോറോപ്രൊപ്പൈൻ. ഇവിടെയും 3 ടൈപ്പ് പ്രോട്ടോൺസ് വരുന്നുണ്ട്, 3 സിഗ്നൽസ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaCl in water in equilibrium with water vapor, the degree of freedom will be. ഓപ്ഷൻസ് 2, 1, 3, 0. നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫേസ് റൂൾ വെച്ച് F = C - P+2 വെച്ചാണ് കാണേണ്ടത്. C = 2 ആണ്, സോഡിയം ക്ലോറൈഡും വാട്ടറും ഉള്ളതുകൊണ്ട് 2 കമ്പോണൻസ് ഉണ്ട്. ഫേസ് = 2 ആണ്, ലിക്വിഡും വേപ്പറും വരുന്നുണ്ട്. F = 2 - 2 + 2, ആൻസർ 2 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് 2 മാക്രോമോളിക്യൂൾസ് ഓഫ് molar masses 10,000 and 30,000 will have the number average molar mass equal to. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പോളിമേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ആവറേജ് മോളാർ മാസ് MN ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം MN ബാർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സം ഓഫ് NI MI ഡിവൈഡഡ് ബൈ സം ഓഫ് NI. സം ഓഫ് NI MI ഡിവൈഡഡ് ബൈ സം ഓഫ് NI. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 മാക്രോമോളിക്യൂൾസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിൻ്റെയും മോളാർ മാസ് തന്നിട്ടുണ്ട്, 10,000ഉം 30,000ഉം അല്ലേ. അപ്പോൾ സം ഓഫ് NI MI എന്ന് പറയുമ്പോൾ N1 M1 + N2 M2 എന്ന് വരും. അപ്പോൾ N1 N2 X ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ, കാരണം എത്രയാണെന്ന് തന്നിട്ടില്ല, എക്സിന് പകരം 1 ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 × 10,000 + 1 × 30,000 എന്ന് വരും. ഡിവൈഡഡ് ബൈ സം ഓഫ് NI, ടോട്ടൽ നമ്പറാണ്, അപ്പോൾ N1 + N2 എന്ന് വരും. X + X ചെയ്യാം, അല്ലെങ്കിൽ 1 + 1, അപ്പോൾ 2 എന്ന് വരും. അപ്പോൾ ആൻസർ വരുന്നത് 20,000 ആണ്. ആൻസർ MN ബാർ = 20,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സിഗ്നൽസ് ദാറ്റ് അപ്പിയർ ഇൻ ദ ബ്രോഡ് ബാൻഡ് ഡീകപ്പിൾഡ് C13 NMR spectrum of ortho, meta and para dichlorobenzene respectively are. അതായത് ഓർത്തോ, മെറ്റ ആൻഡ് പാര ഡൈക്ലോറോബെൻസീനിലെ C13 NMR സിഗ്നൽസിൻ്റെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഓർത്തോ ഡൈക്ലോറോബെൻസീൻ്റെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. ഓർത്തോ ഡൈക്ലോറോബെൻസീനിൽ എത്ര ടൈപ്പ് കാർബൺ ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. C13 NMR ആണെങ്കിൽ കാർബണിൻ്റെ എണ്ണം നോക്കണ്ടേ അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്ലോറിനുള്ള 2 കാർബണും ഐഡൻറ്റിക്കലാണ്, അത് കഴിഞ്ഞിട്ടുള്ള 2 എണ്ണം ഐഡൻറ്റിക്കലാണ്, അത് കഴിഞ്ഞിട്ടുള്ള 2 കാർബണും ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് കിട്ടി 3 കാർബൺസാണ് ഇവിടെ ഉള്ളത്, 3 ടൈപ്പ് കാർബൺസ് ആണുള്ളത്. അതുകൊണ്ട് C13 NMR എന്ന് പറയുന്ന C13 NMR സിഗ്നൽസ് എന്ന് പറയുന്നതും 3 ആയിരിക്കും. നെക്സ്റ്റ് വൺ, പാരാ ഡൈക്ലോറോബെൻസീൻ. പാരാ ഡൈക്ലോറോബെൻസീനിലെ C13 NMR സിഗ്നൽസ് നോക്കണമെങ്കിൽ നമ്മൾ എത്ര ടൈപ്പ് കാർബൺ, ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള കാർബൺ ആണോ അല്ലാതോ, അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 2 ക്ലോറിനുള്ള കാർബൺസ് എല്ലാം ഐഡൻറ്റിക്കലാണ്, അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺസും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ 2 ടൈപ്പ് കാർബൺസ് ആണ് ഇവിടെ ഉള്ളത്. 2 സിഗ്നൽസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വൺ, മെറ്റാ ഡൈക്ലോറോബെൻസീൻ. മെറ്റാ ഡൈക്ലോറോബെൻസീനിലെ ക്ലോറിനുള്ള കാർബൺ 2 ഐഡൻറ്റിക്കലാണ്, ഒരേ കെമിക്കൽ എൻവയോൺമെൻ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ളത് വേറെ ഒരു ടൈപ്പ് B കാർബൺ ആണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് C കാർബൺസ് ഐഡൻറ്റിക്കലാണ്, പിന്നെ ഒരെണ്ണം ഉള്ളത് D കാർബൺ ആണ്. അപ്പോൾ 4 ടൈപ്പ് കാർബൺ ഉണ്ടെന്ന് മനസ്സിലായി. 4 കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള കാർബൺസ് ഉണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് C13 NMR = 4. എത്ര ടൈപ്പ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് സിഗ്നൽസ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് മോളിക്യൂൾസ് വിച്ച് ഈസ് രാമൻ ആക്റ്റീവ്. താഴെ തന്നിട്ടുള്ളതിൽ രാമൻ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ ഏതാണ്? അപ്പോൾ നമുക്കറിയാം രാമൻ ആക്റ്റീവായ ആണെങ്കിൽ അത് IR ഇനാക്റ്റീവ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ രാമൻ ആക്റ്റീവ് ആണോ IR ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ധാരണ നമുക്കുണ്ട്. രാമൻ ആക്റ്റീവ് ആവണമെങ്കിൽ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ബോണ്ട് ലെങ്ത് ആണ് കണ്ടീഷൻ.
രാമൻ ആക്റ്റീവ് ആയവയെല്ലാം IR ഇനാക്റ്റീവ് ആയിരിക്കും. IR ഇനാക്റ്റീവ് ആയ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. അതുകൊണ്ടാണ് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക്സ് IR ഇനാക്റ്റീവ് ആവുന്നത്. ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് ആയ IR ഇനാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് N2, H2, O2 പോലെയുള്ളവ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് രാമൻ ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പം IR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് നോക്കലായിരിക്കും. IR ഇനാക്റ്റീവ് ആവണമെങ്കിൽ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്, അത് രാമൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലെ ആൻസർ എന്ന് പറയുന്നത് നൈട്രജൻ മോളിക്യൂളാണ്. നൈട്രജൻ മോളിക്യൂള് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂളാണ്. IR ഇനാക്റ്റീവ് ആണ്, അതുകൊണ്ട് രാമൻ ആക്റ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് തെർമോഡൈനാമിക് ഇൻഇക്വാലിറ്റീസ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിട്ടുള്ള തെർമോഡൈനാമിക് ഇൻഇക്വാലിറ്റീസിൽ തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം തെർമോഡൈനാമിക് ഇൻഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞ് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. റിവേഴ്സിബിളിനും അതുപോലെ ഇറിവേഴ്സിബിളിനും വേറെ വേറെ ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ഓപ്ഷനിൽ ഇത് രണ്ടും ഒരുമിച്ച് എഴുതിയിട്ടുള്ളതാണ്. റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്നറിയണമെങ്കിൽ ഈക്വൽ ടു 0 ആണ് റിവേഴ്സിബിൾ. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ 0 സൈൻ ആയിരിക്കും ഉണ്ടാവുക. DS@EV ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇക്വേഷൻ ഈക്വൽ ടു 0 ആയാൽ റിവേഴ്സിബിൾ ആണ്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇറിവേഴ്സിബിൾ ആണ്. DG@TP ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. DA@TV ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. DH@SP ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. DE/VS ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോബാൾട്ട് 16 ഈസ് കോമൺലി യൂസ്ഡ് ഇൻ റേഡിയേഷൻ തെറാപ്പി ബിക്കോസ് ഇറ്റ് എമിറ്റ്സ്. റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് കോബാൾട്ട് 16 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം അത് ഏത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഗാമ റേഡിയേഷനാണ്. കോബാൾട്ട് 16 എമിറ്റ് ചെയ്യുന്നത് ഗാമ റേസ് ആണ്. കോബാൾട്ട് 16 പോലെ തന്നെ അയൺ 55, സീഷ്യം 137, TM 176, IR 192 ഈ ഐസോട്ടോപ്പുകളെല്ലാം ഗാമ റേ എമിഷനിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചറലി നിക്കലോസിൻ ഈസ് സിമിലർ ടു ഫെറോസിൻ. നിക്കലോസിൻ അറ്റൈൻസ് സ്റ്റെബിലിറ്റി ഡ്യൂ ടു ഫോർമേഷൻ ഓഫ്, അതായത് നിക്കലോസിൻ ഫെറോസിൻ്റെ സ്ട്രക്ചറുമായിട്ട് സാമ്യതയുള്ളതാണ്. നിക്കലോസിൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് താഴെ പറയുന്നതിലെ ഏത് ഫോർമേഷൻ വഴിയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കറിയാം 18 ഇലക്ട്രോൺസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിക്കലോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് Ni-eta5C5H5 ടോയ്സ്. ഫെറോസിനെ പോലെ തന്നെ അയണിന് പകരം നിക്കൽ വരും. അപ്പോൾ നമുക്ക് ഇതിൽ 80 ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കാം. നിക്കൽ D10 സിസ്റ്റാണ്, 8 D ഇലക്ട്രോണും 2 S ഇലക്ട്രോണും, അങ്ങനെ 10 ഇലക്ട്രോൺസ്. eta5C5H5 ടോയ്സ് എന്ന് പറയുമ്പോൾ 2 × 5 ആണ് ഹാപ്റ്റിസിറ്റി, അത് തന്നെയാണ് ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി 20 ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റമാണിത്. അപ്പോൾ 18 ആവാൻ 2 ഇലക്ട്രോൺസ് പോകണമല്ലേ. അപ്പോൾ അതിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഒന്ന് ഹാപ്റ്റിസിറ്റി കുറയ്ക്കുക. eta5C5H5 ടോയ്സിന് പകരം ഒരു eta5C5H5 ലിഗാൻഡും അടുത്തത് ഹാപ്റ്റിസിറ്റി 4 ഉള്ള ഒരു ലിഗാൻഡും, അങ്ങനെയാണ് C5H5 2 ആവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടും 10 + 5 + 4 ഹാപ്റ്റിസിറ്റി ഉള്ളതിൽ 4 ആണ് കോൺട്രിബ്യൂഷൻ, പിന്നെ +1 ചാർജ്, ഒരു ചാർജ് കൂടി പോസിറ്റീവ് ചാർജ് വന്നാൽ -1 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടും 19 - 1. അപ്പോൾ മോണോ കാറ്റയോൺ ഫോർമേഷൻ വഴിയാണ് നിക്കലോസിൻ സ്റ്റേബിൾ ആവുന്നത്. അടുത്തത് സിസ്പ്ലാറ്റിൻ ഈസ്. സിസ്പ്ലാറ്റിൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. സിസ്പ്ലാറ്റിൻ ഈസ് ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ ഫെറോ ആണോ ആൻറ്റി ഫെറോ എന്നാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സിസ്പ്ലാറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് PTNH3 ടോയ്സ് Cl2. സിസ്പ്ലാറ്റിൻ ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡയമാഗ്നറ്റിക് ആയിരിക്കും. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനാണിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഡയമാഗ്നറ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സെപ്പറേഷൻ ഓഫ് ലാന്തനൈഡ്സ് ബൈ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ. നമുക്കറിയാം ലാന്തനൈഡ്സിൻ്റെ സെപ്പറേഷൻ അയൺ എക്സ്ചേഞ്ച് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. സൈസ് ഓഫ് ഹൈഡ്രേറ്റഡ് അയോൺ, സൈസ് ഓഫ് അൺഹൈഡ്രേറ്റഡ് അയോൺസ്, ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ്സ്, സോലിബിലിറ്റി ഓഫ് ദെയർ നൈട്രേറ്റ്സ്. ഇതിലേതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് വഴി ലാന്തനൈഡ് സെപ്പറേഷൻ നടത്തുന്നത്. ആൻസർ ഓപ്ഷൻ എ, സൈസ് ഓഫ് ദി ഹൈഡ്രേറ്റഡ് അയോൺ. സെപ്പറേഷൻ ഓഫ് ലാന്തനൈഡ്സ് ബൈ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് ദി ഹൈഡ്രേറ്റഡ് അയോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടെൻഡൻസി ഓഫ് 3D മെറ്റൽ അയോൺസ് ടു ഫോം സ്റ്റേബിൾ കോംപ്ലക്സ് ഈസ് ഡ്യൂ ടു. അതായത് സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള 3D മെറ്റൽ അയോൺസിൻ്റെ ടെൻഡൻസി താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹൈ ചാർജ് ടു സൈസ് റേഷ്യോ ആൻഡ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ആണ് ഇതിൻ്റെ ആൻസർ. ദി വൈബ്രേഷണൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് നൈട്രജൻ ക്യാൻ ബി ഡിറ്റർമിൻ യൂസിങ് രാമൻ സ്പെക്ട്ര, IR സ്പെക്ട്ര, റൊട്ടേഷണൽ ESR. നൈട്രജൻ മോളിക്യൂള് നമുക്കറിയാം ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് IR ഇനാക്റ്റീവ് ആണ്. IR ഇനാക്റ്റീവ് ആണെങ്കിൽ നമുക്കറിയാം രാമൻ ആക്റ്റീവ് ആണ്. അപ്പോൾ നൈട്രജൻ മോളിക്യൂളിൻ്റെ വൈബ്രേഷണൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് രാമൻ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചാണ്. IR സ്പെക്ട്രോസ്കോപ്പിയും രാമൻ സ്പെക്ട്രോസ്കോപ്പിയും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആയതുകൊണ്ടാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി വെച്ച് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the trigonal bipyramidal crystal field, the d orbital with high energy is. Trigonal bipyramidal crystal ഫീൽഡിലെ എനർജി കൂടിയ ഡി ഓർബിറ്റൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഡി ഓർബിറ്റൽ എനർജിയുടെ ഓർഡർ ട്രയഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആണെങ്കിൽ വരുന്നത് dz² greater than dx² minus y² equal to dxy greater than dxz equal to dyz. അപ്പോൾ എനർജി കൂടിയ ഓർബിറ്റൽ എന്ന് പറയുന്നത് ട്രയഗണൽ ബൈപിരമിഡലിലെ dz² ആണ്. ആൻസർ dz². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡിയോക്സി ഹീമോഗ്ലോബിൻ ദ സ്റ്റേറ്റ് ഓഫ് അയൺ ഈസ്. ഡിയോക്സി ഹീമോഗ്ലോബിനിലെ അയൺ ഏത് സ്റ്റേറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്സി ഹീമോഗ്ലോബിൻ ഡിയോക്സി ഹീമോഗ്ലോബിൻ ആവുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് എന്താണെന്ന് നോക്കാം. Fe2+ ഇൻ ലോ സ്പിൻ സ്റ്റേറ്റ് ഡയാമാഗ്നറ്റിക്. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിനിൽ അയൺ എന്ന് പറയുന്നത് Fe2+ ആണ്. ലോ സ്പിൻ സ്റ്റേറ്റിലാണ്, ഡയാമാഗ്നറ്റിക് ആണ്. അത് ഡിയോക്സി ഹീമോഗ്ലോബിൻ ആയി മാറുമ്പോൾ Fe2+ ഇൻ ലോ സ്പിൻ സ്റ്റേറ്റ് Fe2+ ഇൻ ഹൈ സ്പിൻ സ്റ്റേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയാമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക്കും ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡൈപോൾ മൊമെൻ്റ് ഓഫ് CS2 ഈസ്. ഡൈപോൾ മൊമെൻ്റ് ഓഫ് CS2 ഈസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് ആരോമാറ്റിക് ആണെങ്കിൽ ഡൈപോൾ മൊമെൻ്റ് 0 അല്ല. അതുപോലെ തന്നെ ലീനിയർ മോളിക്യൂൾസിന് ഡൈപോൾ മൊമെൻ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് തന്നിട്ടുള്ള മോളിക്യൂള് ലീനിയർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ലീനിയർ ആണെങ്കിൽ ഡൈപോൾ മൊമെൻ്റ് 0 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ CS2 ആണ്. CS2 നമുക്കറിയാം ലീനിയർ മോളിക്യൂളാണ്. VSEPR തിയറി പ്രകാരം ലീനിയർ ആണ്, ഡൈപോൾ മൊമെൻ്റ് 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫെർമിയോൺസ്. താഴെ തന്നിട്ടുള്ളതിൽ ഫെർമിയോൺസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ ഫെർമിയോൺസ് ഓഫ് എ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിക്കിൾസ് ഹാവിങ് ഹാഫ് ഇൻ്റഗ്രൽ സ്പിൻസ്. ഹാഫ് ഇൻ്റഗ്രൽ 1/2 ഇൻ്റഗ്രൽ സ്പിൻസ് വരുന്നവരാണ് ഫെർമിയോൺസ്. ഇലക്ട്രോൺസ് നമുക്കറിയാം ഹാഫാണ് സ്പിന്ന് വരുന്നത്. അതുപോലെ തന്നെ H+ അയോണിൻ്റെ കേസിലും ഹാഫാണ് വരുന്നത്. ഫെർമിയോൺസ് പോലെ തന്നെ ബോസോൺസ് എന്ന പേരുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ബോസോൺസ് ഓഫ് എ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പാർട്ടിക്കിൾസ് ഹാവ് ഇൻ്റഗ്രൽ സ്പിൻസ്.
അതായത് ഇൻ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസാണ് ബോസോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂക്ലിയേ ഡു നോട്ട് ഷോ NMR? ഓപ്ഷൻസ് C13 and N14, H1 and H2, C12 and O16, N15 and P31. The spin content number I should be greater than 0. NMR ആക്റ്റീവ് ആവേണ്ട കണ്ടീഷനാണ് the spin content number I should be greater than 0. I not equal to 0 ആയാൽ മാത്രമേ NMR ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ I equal to 0 വരുന്ന കേസ് NMR സ്പെക്ട്രം കാണിക്കാത്ത കോമ്പൗണ്ട്സിൻ്റെ കേസാണ്. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടതാണ്, മാസ് നമ്പറും അതുപോലെ തന്നെ ആറ്റോമിക് നമ്പറും ഈവൻ ആവുന്ന മോളിക്യൂൾസിൻ്റെ കേസിൽ സ്പിൻ കോണ്ടന്റ് നമ്പർ I വാല്യൂ 0 ആണ്. എക്സാമ്പിൾ C12 O16 ഈവൻ ആറ്റോമിക് ആൻഡ് മാസ് നമ്പർ വരുന്ന ആറ്റംസ് ആണിത്. I വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ NMR സ്പെക്ട്രം ഈ ഒരു കേസിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് തന്നെയാണ്, C12 ആൻഡ് O16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഈസ് ഫോർബിഡൻ ഫോർ എ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം? താഴെ തന്നിട്ടുള്ളതിൽ ഫോർബിഡൻ ആയിട്ടുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഫോർബിഡൻ ആണോ അലൗഡ് ആണോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ സെലക്ഷൻ റൂൾ അറിഞ്ഞിരിക്കണം. ദി സെലക്ഷൻ റൂൾ ഫോർ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഈസ് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഡെൽറ്റ എൽ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആകുമ്പോഴാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ അലൗഡ് ആവുന്നത്. എക്സാമ്പിൾ നോക്കാം. 2p to 3p ട്രാൻസിഷൻ അലൗഡ് ആണോ ഫോർബിഡൻ ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ ഡെൽറ്റ എൽ വാല്യൂ നമ്മൾ കണ്ടെത്തണം. 2pയുടെ എൽ വാല്യൂ 1 ആണ്, 3pയുടെ എൽ വാല്യൂ 1 ആണ്. അതായത് p ഓർബിറ്റലിൻ്റെ എൽ വാല്യൂ 1 ആണ്. അപ്പോൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ഈക്വൽ ടു 0 വരും. ഡെൽറ്റ എൽ പ്ലസ് ഓർ മൈനസ് 1 അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടെത്തിയ ഈ ഒരു ട്രാൻസിഷൻ ഫോർബിഡൻ ആണ്. ഇതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 2p to 4s ട്രാൻസിഷൻ അലൗഡ് ആണോ ഫോർബിഡൻ ആണോ എന്ന് നോക്കാം. 2p ഓർബിറ്റൽ എൽ വാല്യൂ 1 ആണ്, p ഓർബിറ്റലിൻ്റെത്. 4s എസ് ഓപ്ഷനിൻ്റെ എൽ വാല്യൂ 0 ആണ്. അപ്പോൾ 4s 2pയിൽ നിന്ന് 4sലേക്കാണ് എത്തുന്നത്. അപ്പോൾ 4sൻ്റെ 0 മൈനസ് 1 ഈക്വൽ ടു -1. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 അലൗഡ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് -1 ആണ്. അതുകൊണ്ട് ഈ ട്രാൻസിഷൻ അലൗഡ് ആണ്. അടുത്തത് 2p to 3d ട്രാൻസിഷൻ. p ഓർബിറ്റൽ എൽ വാല്യൂ 1, 3dയിൽ d ഓർബിറ്റൽ എൽ വാല്യൂ 2 ആണ്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ഈക്വൽ ടു 1. ട്രാൻസിഷൻ അലൗഡ് ആണ്. അടുത്തത് 2p to 1s. 2p എൽ വാല്യൂ 1, 1s എൽ വാല്യൂ 0. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു 0 മൈനസ് 1 ഈക്വൽ ടു -1. ട്രാൻസിഷൻ ഈസ് അലൗഡ്. അപ്പോൾ ഫോർബിഡൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് ദാറ്റ് ഈസ് നോട്ട് ആരോമാറ്റിക് ഈസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നോട്ട് ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഹക്കിൾസ് റൂൾ പ്രകാരം നമുക്കത് കണ്ടെത്താൻ പറ്റും. സെറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ഉണ്ടായിരിക്കും. ആരോമാറ്റിസിറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഹക്കിൾസ് തിയറി ഓഫ് ആരോമാറ്റിസിറ്റി പ്രകാരം ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആവണമെങ്കിൽ ഈ 4 പോയിൻറ്റ്സ് സാറ്റിസ്ഫൈഡ് ആവണം. സൈക്ലിക് ആവണം, കോഞ്ചുഗേറ്റ് ആവണം, പ്ലനാർ ആവണം, 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാവണം. ഈ 4n+2 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്നിന് 1, 2, 3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് ആ ഒരു വാല്യൂ അത്രയും ഇലക്ട്രോൺസ് ആ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവണം. ഒന്നാമത്തെ ഓപ്ഷനിലെ കോമ്പൗണ്ട് നോക്കാം. സൈക്ലിക് ആണ്, കോഞ്ചുഗേറ്റഡ് ആണ്, പ്ലനാർ ആണ്. ഇനി 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ചിത്രത്തിൽ തന്നതിൽ 3 ഡബിൾ ബോണ്ടാണുള്ളത്. അപ്പോൾ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. 4n+2 പൈ ഇലക്ട്രോൺസിലെ എന്നിന് 1 എന്ന് കൊടുത്താൽ നമുക്ക് 6 എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ 4n+2 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിൽ 6 എന്ന നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ട്. തന്ന കോമ്പൗണ്ടിലും
6 പൈ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, അതുകൊണ്ട് അത് ആരോമാറ്റിക് ആണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. സൈക്ലിക് ആണ്, കോഞ്ചുഗേറ്റഡ് ആണ്, പ്ലനാർ ആണ്. 4n+2 പൈ ഇലക്ട്രോൺസ്. ചിത്രത്തിൽ 3 ഡബിൾ ബോണ്ട് 6 ഇലക്ട്രോൺ, ഒരു നെഗറ്റീവ് ചാർജ് 2 ഇലക്ട്രോൺ, അപ്പോൾ 8 ഇലക്ട്രോൺസ് ആണുള്ളത്. 4n+2 പൈ ഇലക്ട്രോൺ എന്ന ഒരു ഇക്വേഷനിൽ നമ്മൾ എന്നിന് 1 കൊടുത്താൽ 6 ആണ് കിട്ടേണ്ടത്, 2 കൊടുത്താൽ 10 ആണ് കിട്ടേണ്ടത്, 3 കൊടുത്താൽ അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ 8 എന്നത് 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം അല്ല, അതുകൊണ്ട് ഈ തന്ന ക്വസ്റ്റ്യൻ ആരോമാറ്റിക് അല്ല, ആൻറ്റി ആരോമാറ്റിക് ആണ്. ഫോറൻ സിസ്റ്റം ആയത് കാരണമാണ് നമ്മളിതിന് ആൻറ്റി ആരോമാറ്റിക് എന്ന് പറയുന്നത്. 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആരോമാറ്റിക് എന്നും 4n ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആൻറ്റി ആരോമാറ്റിക് എന്നും പറയും. നമുക്ക് കിട്ടിയത് 8 ഇലക്ട്രോൺസ് ആണ്. എന്നിന് 2 എന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 8 എന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഫോറൻ സിസ്റ്റമാണ്, ആൻറ്റി ആരോമാറ്റിക് ആണെന്ന് പറയാം. അടുത്ത ഓപ്ഷൻ നോക്കാം. സൈക്ലിക് ആണ്, കോഞ്ചുഗേറ്റഡ്, പ്ലാനാർ. 4n+2 പൈ ഇലക്ട്രോൺസ് എത്ര ഉണ്ടെന്ന് നോക്കാം. ചിത്രത്തിൽ 2 ഡബിൾ ബോണ്ട് 4 ഇലക്ട്രോൺസ്, ഒരു നെഗറ്റീവ് ചാർജ് 6 ഇലക്ട്രോൺസ്. നമുക്കറിയാം എന്നിന് 1 കൊടുത്താൽ 4 × 1+2 6 ആണ് അല്ലേ. അപ്പോൾ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് ആരോമാറ്റിക് ആണ്. അടുത്തത് സൈക്ലിക്, കോഞ്ചുഗേറ്റഡ്, പ്ലാനാർ. 4n+2 പൈ ഇലക്ട്രോൺസ്, 3 ഡബിൾ ബോണ്ട് 6 ഇലക്ട്രോൺ, 2 നെഗറ്റീവ് ചാർജ് 4 ഇലക്ട്രോൺ, ടോട്ടൽ 10 പൈ ഇലക്ട്രോൺസ് ആർ ദർ. 4n+2 പൈ ഇലക്ട്രോൺസിൽ നമ്മൾ n=2 കൊടുത്താൽ നമുക്ക് 10 ആണ് കിട്ടുക, അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനും ആരോമാറ്റിക് ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ? O2, O2+, O2, 2+, O2-. സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളതിനെ ബോണ്ട് ഓർഡറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആൻസർ കണ്ടെത്തേണ്ടത്. നമ്മൾ മുന്നൊരു വീഡിയോയിൽ ബോണ്ട് ഓർഡർ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക എളുപ്പത്തിലെന്ന് പറഞ്ഞിരുന്നു. ബോണ്ട് ഓർഡറും സ്റ്റെബിലിറ്റിയും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് തന്ന ഓപ്ഷൻസിലെ ഏത് മോളിക്യൂളിനാണ് ബോണ്ട് ഓർഡർ കൂടുതലെന്ന് നോക്കുക, അതായിരിക്കും മോർ സ്റ്റേബിൾ ആയിട്ട് വരുന്നത്. തന്ന ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ്: O2 ഓക്സിജൻ 16 ഇലക്ട്രോണ്, O2+ 15 ഇലക്ട്രോണ്, O2 2+ 14 ഇലക്ട്രോൺസ്, O2- 17 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 16, 15, 14, 17 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചിട്ട് ഇതിലേതിലാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ വരുന്നതെന്ന് നോക്കാം. 14 ഇലക്ട്രോൺസ് ഉള്ള O2 2+ന് ബോണ്ട് ഓർഡർ 3 ആണ് വരുന്നത്. അതുകൊണ്ട് ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ O2 2+നാണ്. സ്റ്റെബിലിറ്റി കൂടുതലും O2 2+നാണ്. ഇതിൽ 14 ഇലക്ട്രോൺസ് ഉള്ള O2 2+ ആണ് ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ 3 വരുന്നത് അല്ലേ. അപ്പം അതിനായിരിക്കും സ്റ്റെബിലിറ്റിയും കൂടുതൽ. ഓപ്ഷൻ നമ്മുടെ ആൻസർ ശരിയായിട്ടുള്ളത് O2 2+ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ ക്യൂബിക്കൽ ബോക്സ് which of the following levels are non-degenerate? For a particle in a cubical box, which of the following levels are non-degenerate? അതായത് ഒരു ക്യൂബിക്കൽ ബോക്സിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് എനർജി ലെവൽ ആയിരിക്കും നോൺ ഡീജനറേറ്റ് എനർജി ലെവൽ എന്നാണ് ക്വസ്റ്റ്യൻ. Particles in a cubical box, energy equal to nx² + ny² + nz² into h² ഡിവൈഡഡ് ബൈ 8 ml². ഇതാണ് ഒരു ക്യൂബിക്കൽ ബോക്സിൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എനർജി. അപ്പോൾ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി nxഉം nyയും nzഉം ചേഞ്ച് ചെയ്യാം. അതിനനുസരിച്ച് ഡീജനറസിയിൽ മാറ്റം വരാം. ചിലപ്പോൾ നോൺ ഡീജനറേറ്റ് ആവും, അല്ലെങ്കിൽ ഡീജനറേറ്റ് ആവും. അപ്പോൾ നോൺ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ nx, ny, nz വാല്യൂസ് സെയിം ആകുമ്പോഴാണ് നോൺ ഡീജനറേറ്റ് ആവുന്നത്. nxഉം nyയും nzഉം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീജനറേറ്റ് എനർജി ലെവൽ. അപ്പോൾ 3h² / 8 ml² നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. 3 എന്ന വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ഡീജനറേറ്റ് ആണോ നോൺ ഡീജനറേറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. h² / 8 ml² എല്ലാത്തിലും കോമൺ ആണ്. അപ്പോൾ 3 എന്ന് കിട്ടണമെങ്കിൽ നമുക്കറിയാം nx² + ny² + nz².
1² + 1² + 1² ചെയ്യുമ്പോഴാണ് 3 കിട്ടുക. അപ്പോൾ NX, NY, NZ വാല്യൂസ് സെയിം ആണ്. അതുകൊണ്ട് നോൺ ഡീജനറേറ്റ് എനർജി ലെവലാണ് 3h²/8 ml². അപ്പോൾ വാല്യൂസ് NX, NY, NZ വാല്യൂസ് സെയിം ആണെങ്കിൽ നോൺ ഡീജനറേറ്റ് ആണ്, സെയിം അല്ലെങ്കിൽ ഡീജനറേറ്റ് ആണ്. അടുത്തത് 6h²/8 ml². അപ്പോൾ 6 എന്ന വാല്യൂ NX² + NY² + NZ² ആണ് 6. അപ്പോൾ NX, NY, NZ 1, 2, 1 വാല്യൂ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് 6h²/8 ml² എന്ന് കിട്ടും. അപ്പോൾ NX, NY, NZ ഈക്വൽ അല്ല, അതുകൊണ്ട് ഡീജനറേറ്റ് എനർജി ലെവലാണ്. ഇനി 3 ഫോൾഡ് ആണോ 6 ഫോൾഡ് ആണോ എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ 1, 2, 1 വാല്യൂവിനെ നമുക്ക് എത്ര തരത്തിൽ മാറ്റി എഴുതാൻ പറ്റുമെന്ന് നോക്കുക. 3 തരത്തിൽ മാറ്റാം. 1, 2, 1, 1, 1, 2, 2, 1, 1. അപ്പോൾ 3 ഫോൾഡ് ഡീജനറേറ്റ് എന്നാണ് ഇതിനെ പറയാം. അടുത്തത് 11h²/8 ml². 11 എന്ന വാല്യൂ കിട്ടണമെങ്കിൽ NX, NY, NZ 1, 3, 1 ആയിട്ട് എടുക്കണം. 1² + 3² + 1² ആണ് 11 വരുന്നത്. അപ്പോൾ 1, 3, 1 ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്, അതുകൊണ്ട് ഡീജനറേറ്റ് എനർജി ലെവലാണ്. ഇനി ഇത് എത്ര ഫോൾഡ് ഡീജനറേറ്റ് ആണെന്ന് അറിയണമെങ്കിൽ ഈ 1, 3, 1നെ നമ്മൾ പല രീതിയിൽ മാറ്റി എഴുതാം. നമുക്ക് 3 സെറ്റായിട്ട് എഴുതാനേ പറ്റുള്ളൂ, അതുകൊണ്ട് അത് 3 ഫോൾഡ് ഡീജനറേറ്റ് ആണ്. അടുത്തത് 9h²/8 ml². 9 എന്ന വാല്യൂ കിട്ടണമെങ്കിൽ 1, 2, 2 NX, NY, NZ 1, 2, 2 എന്നെടുക്കണം. അതുകൊണ്ട് അത് ഡീജനറേറ്റ് ആണ്. ഇനി 3 സെറ്റാക്കി 3 തരത്തിലേ നമുക്ക് എഴുതാൻ പറ്റും, അതുകൊണ്ട് അത് 3 ഫോൾഡ് ഡീജനറേറ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് നമ്മുടെ ആൻസർ. 3h²/8 ml² ആണ് നോൺ ഡീജനറേറ്റ് എനർജി ലെവൽ. അടുത്തത് ദ ഇന്റർപ്ലാനാർ സ്പേസിംഗ് ബിറ്റ്വീൻ 2, 0, 0 പ്ലെയിൻസ് ഓഫ് എ ക്യൂബിക് ലാറ്റീസ് ഓഫ് ലെങ്ത് 450 പൈക്കോമീറ്റർ. ഇന്റർപ്ലാനാർ സ്പേസിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്ലെയിൻ തന്നിട്ടുണ്ട് 2, 0, 0, അതുപോലെ തന്നെ ലാറ്റീസ് ലെങ്ത് തന്നിട്ടുണ്ട് 450 പൈക്കോമീറ്റർ. അപ്പോൾ നമുക്കിത് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. D is equal to a/√h² + k² + l². ഇക്വേഷൻ വെച്ചാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. എ എന്ന് പറയുന്നത് 450 പൈക്കോമീറ്റർ ആണ്. HKL വാല്യൂ തന്നിട്ടുണ്ട് 2, 0, 0. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 450 / √2² + 0² എന്ന് വരും. 225 പൈക്കോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് ബ്രാഗ്സ് ഇക്വേഷൻ. 2D sin θ = n ലാംഡ. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പേസിങ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് n ലാംഡ / 2 sin θ വെച്ച് കാണാം. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ HKL വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് D is equal to a/√h² + k² + l² വെച്ചാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വൈബ്രേഷൻ റൊട്ടേഷൻ രാമൻ ട്രാൻസിഷൻസ് വിത്ത് ΔJ = 0 ഈസ്. അതായത് ΔJ വാല്യൂ 0 ആവുന്ന വൈബ്രേഷൻ റൊട്ടേഷൻ രാമൻ ട്രാൻസിഷൻ ഏത് ബ്രാഞ്ച് എന്നാണ് ക്വസ്റ്റ്യൻ. ΔJയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് വൈബ്രേഷൻ റൊട്ടേഷൻ രാമൻ സ്പെക്ട്രത്തിൽ 5 ബ്രാഞ്ചസ് ആണുള്ളത്. ΔJ വാല്യൂ -2 ആണെങ്കിൽ O ബ്രാഞ്ച് ആണ്, -1 P ബ്രാഞ്ച്, O0 Q ബ്രാഞ്ച്, +1 R ബ്രാഞ്ച്, +2 S ബ്രാഞ്ച്. OPQRS എന്നുള്ള ബ്രാഞ്ചുകളാണ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ΔJ = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്, അപ്പോൾ ആൻസർ വരുന്നത് Q ബ്രാഞ്ചാണ്. കൂടുതൽ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യുക. ഫിസിക്കൽ കെമിസ്ട്രി അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി, ഇത് രണ്ടും നന്നായിട്ട് അറിയാമെങ്കിൽ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പ്രയാസം ഉണ്ടാവില്ല. ഇനി ഓർഗാനിക് കെമിസ്ട്രിയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്ലാസ്സുകളാണ് നമുക്കിനിയിപ്പോൾ എക്സാമിൻ്റെ മുന്നേ ആയിട്ട് നടത്താനുള്ളത്. സ്ഥിരമായി ആവർത്തിച്ച് വരുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഉൾപ്പെടുന്ന ക്ലാസ്സുമായി വീണ്ടും കാണാം.